കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. പ്രിയരേ, നിങ്ങൾക്കേവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഇടവക വികാരി ടോണി കോട്ടക്കൽ അച്ഛനും സിസ്റ്റേഴ്സിനും കുടുംബ യൂണിറ്റ് അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വല്ലകം സെന്റ് മേരീസ് ഇടവക കുടുംബ യൂണിറ്റുകളുടെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഹോളി സ്പിരിറ്റ് വല്ലകം ഇടവക യൂണിറ്റ് ഏറെ നന്ദിയോടെയും പ്രാർത്ഥനയോടെയും അവതരിപ്പിക്കുന്നു സഹായകൻ. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ലോകത്തോട് നമുക്കുള്ള ക്രമവിരുദ്ധമായ സ്നേഹമാണ് പാപം. ഈ അവസ്ഥയിലായ നമ്മെ സഹായകൻ വെളിച്ചത്തിലേക്ക് നയിക്കുമ്പോഴാണ് അനുതാപം സാധ്യമാകുന്നത്. കരുണയുടെ വഴിയും നാമും തമ്മിലുള്ള അകലം വെളിപ്പെടുത്തുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തീയ മക്കളായ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ പിതാവിലേക്ക് ആദ്യം മുതൽക്കേ നമ്മൾക്കായി സജ്ജമാക്കിയ ദൈവരാജ്യം സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വല്ലകം ഹോളി സ്പിരിറ്റ് കുടുംബ യൂണിറ്റ് അവതരിപ്പിക്കുന്നു സഹായകൻ. ആശയം പ്രിൻസ് MJ മനക്കപ്പറമ്പിൽ, രചന സംവിധാനം ബേബി ജോൺ കുന്നപ്പള്ളി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അങ്ങനെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവർക്ക് ആദം ഹവ്വ എന്ന പേരും നൽകി. ദൈവം അവർക്കായി സൃഷ്ടിച്ച ഈ മനോഹര ഭൂമിയിൽ സുഖത്തോടെയും സന്തോഷത്തോടെയും അടക്കി വാഴാൻ അവരെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തേക്കാൾ വലിയവനാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സാത്താൻ അടങ്ങാത്ത കോപം കൊണ്ട് ആദ്യം മുതൽക്കേ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ചു. അങ്ങനെ സൗഭാഗ്യങ്ങളുടെ പറുദീസായിൽ നിന്നും ആദി മാതാപിതാക്കൾ പുറത്താക്കപ്പെട്ടപ്പോൾ മനുഷ്യർ വീണ്ടും വീണ്ടും പാപത്തിനടിമയായി മാറിക്കൊണ്ടിരുന്നു. അതോടെ മനുഷ്യജീവിതം പ്രശ്നസങ്കീർണമായി. കാലചക്രം തിരിഞ്ഞു. ദൈവം സ്വന്തം ജനതയായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നുകൊണ്ട് ഓരോ തലമുറയിലൂടെയും ഗോത്രങ്ങളിലൂടെയും പാപത്തിൽ മുഴുകി ജീവിച്ചു. അങ്ങനെ ദൈവവുമായി ഉണ്ടായിരുന്ന ആത്മബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ മനുഷ്യൻ നിസ്സഹായനായി. അതിനാൽ ദൈവം അവരുടെ കൂടെ വസിച്ചു, എന്നാൽ അവരിൽ വസിച്ചില്ല. ദൈവത്തിൻ്റെ മക്കളായ നമ്മിൽ ദൈവത്തിന് വസിക്കുന്നതിനും നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുമായി ദൈവപദ്ധതിയുടെ മറ്റൊരു ഭാഗമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന യേശുവിൻ്റെ കാലിത്തൊഴുത്തിലെ ജനനം.
ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ. എല്ലാവരും നദിക്കരയിലേക്ക് വേഗം വാ. അവൻ ഇവിടെയുണ്ട്, ആ യോഹന്നാൻ. അവൻ എന്താ ചെയ്യണേന്ന് നമുക്ക് കാണാം. അവൻ ആരായാലും ആ മുഖത്തേക്ക് നോക്കിയ ഭയങ്കര തേജസ്. അവനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നടക്കുമായിരുന്നു. എല്ലാരും വേഗം വാ, ഇന്ന് വാമേ. അവനിവിടെ ഉണ്ട്, അവൻ നദിയിലുണ്ട് താതിക്കണു. കട സന്തതികള്, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. നിങ്ങൾക്ക് സമാധാനം. ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അരികിലേക്ക് വരുന്നുവോ? യോഹന്നാൻ, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. മാനവകുലത്തിന്റെ പാപങ്ങൾ നീക്കാൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ രോഗികളെ സൗഖ്യമാക്കിയും പാപികൾക്ക് മോചനം നൽകിയും അന്ധർക്ക് കാഴ്ച നൽകിയുമെല്ലാം പിതാവായ ദൈവത്തിന്റെ മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹം ഈ ഭൂമിയിൽ പങ്കുവച്ചു. എന്നാൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യരെ കൊണ്ട് ഏദേൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്യിച്ച സാത്താൻ ക്രിസ്തുവിനോടും അടങ്ങാത്ത പകയായി. അവന്റെ പക പാപത്തിനടിമകളായ മനുഷ്യരിലൂടെ ദൈവപുത്രനായ ക്രിസ്തുവിലേക്ക് ആഞ്ഞടിച്ചു. ദൈവപുത്രൻ ബന്ധിതനായി മുൾമുടി ധരിക്കപ്പെട്ടു, ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു, രക്തം വാർന്നൊഴുകി ഭാരമേറിയ മരക്കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്കുള്ള വിലാപയാത്ര. ഒടുവിൽ കാൽവരി മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പിതാവേ, എന്റെ ആത്മാവിനെ അവിടുത്തെ
ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നപ്പോൾ മറ്റൊരു മനുഷ്യന്റെ അനുസരണത്താൽ മനുഷ്യകുലം മുഴുവൻ പാപമോചിതരായി. തൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുനാഥൻ പ്രിയ ശിഷ്യരോട് പറഞ്ഞതുപോലെ തൻ്റെ ഉദ്ധാനത്തിന് ശേഷം അവൻ തൻ്റെ പ്രിയ ശിഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷനായി. തോമസേ, നമ്മുടെ ഗുരു, നമ്മുടെ ഗുരു. അത് ഗുരുനാഥനോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് മറ്റാരോ ആണ്. എനിക്കെന്തോ പേടിയാവുന്നു. അയ്യോ, വല്ലാത്തൊരു അസ്വസ്ഥത. അയ്യോ അയ്യോ, ഭൂതം ഭൂതം ഭൂതം. അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കണം. എന്നെ സ്പർശിച്ചു നോക്കണം. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ബോധത്തിനുള്ളിൽ. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾക്ക് മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കും. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന് ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. പെന്തക്കുസ്താ ദിനത്തിൽ സിഹിയോൻ മാളികയിൽ പരിശുദ്ധ മറിയത്തോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യസമൂഹത്തിനുമേൽ എഴുന്നള്ളിക്കുന്ന പരിശുദ്ധാത്മശക്തിയാൽ ഈ ഭൂമിയിൽ ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കും. വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ
മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായർ എന്നിവരിലൂടെയുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ അനേക മക്കൾ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഇന്ന് സ്വീകരിക്കുന്നു. പരിശുദ്ധ റൂഹ ആത്മാവിനായി ദാഹിച്ച് അന്നും ഇന്നും എന്നും തിരുസഭയിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. യേശു